പ്രിയരെ, നാഷണൽ ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്വീകരണ പരിപാടിയാണിത്. നാഷണൽ ലീഗിൻ്റെ എക്കാലത്തെയും കരുത്തുറ്റ പോഷക സംഘടന, അതിൻ്റെ ജീവനാഡി, അതിൻ്റെ സ്രോതസ്, ശക്തി സ്രോതസ് എല്ലാമായ IMCC, ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെൻറ്റർ, പ്രവാസ ലോകത്ത് എത്തപ്പെടുന്ന പരശതം, അനേകായിരം, ലക്ഷക്കണക്കിന് ഭാഗ്യർക്കും ഹതഭാഗ്യർക്കും മാർഗനിർദ്ദേശവും അത്താണിയുമായി മാറിയ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കരുത്തുറ്റ പ്രവാസ സംഘടനകളിൽ ഒന്നാണ് IMCC. ലാഭേച്ഛ കൂടാതെ ത്യാഗോജ്ജലമായ ജീവിത സമർപ്പണത്തിൻ്റെ ഉടമകളാണ് IMCC. IMCCയെക്കുറിച്ച് വർണ്ണിക്കാൻ ധാരാളമുണ്ട്. എൻ്റെ ഒരു ഗൃഹാതുരത്വമാണത്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വസന്തമായ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച പൊതുപ്രവർത്തനം IMCCയിലാണ്. കൂടപ്പിറപ്പിന് സമാനമായ പൊതുജീവിതം നയിക്കുന്ന, പൊതുപ്രവർത്തനം നടത്തുന്ന മഹിതമായ ഒരു സംഘടനയാണ് IMCC. നമ്മുടെ നാട്ടിലെ ഒരു കേഡർ പാർട്ടിയുടെ അത്യുന്നതമായ ഒരു ബോഡിക്ക് പോലും IMCCയുടെ ഒരു ശാഖാ കമ്മിറ്റിയുടെ പക്വതയോ വിവേകമോ കേഡർ സ്വഭാവമോ ഉണ്ടാകില്ല എന്ന് ഒരു പഴയ IMCCക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. വിസ നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, രോഗത്തിന് അടിമപ്പെട്ടവർ, വർഷങ്ങളായി നാട്ടിലെത്തപ്പെടാൻ സാധിക്കാതെ വരുന്നവർ, മരുഭൂമിയുടെ മാറിടത്തിൽ മരണത്തെ പുൽകേണ്ടി വരുന്ന ഹതഭാഗ്യരായ മനുഷ്യരുടെ മൃതദേഹങ്ങൾ എന്നിവരോടെല്ലാം ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കുന്ന ഒരു സംഘടന. ജീവകാരുണ്യത്തിൻ്റെ അലകടൽ സൃഷ്ടിച്ചുകൊണ്ട് മഹാസമുദ്രമായി മാറിയ, വിശാലതയുടെ എക്കാലത്തെയും ഉദാഹരണമായി മാറിയ IMCC വിശദീകരണത്തിൻ്റെ ഒരാവശ്യവുമില്ലാത്ത ഒരു സംഘടനയാണ്. വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു സംഘടനയാണ് ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെൻറ്റർ. പത്രത്തിൽ പേര് താഴെ പോയാൽ, ഫോട്ടോയിൽ ഫോട്ടോ കുറഞ്ഞു പോയാൽ, എഴുത്തിൽ പേര് വന്നില്ലെങ്കിൽ എല്ലാത്തിനും ഈഗോയും പ്രശ്നങ്ങളും വാശിയും വൈരാഗ്യവും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയായി താൽപ്പര്യങ്ങളുടെ മേൽ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന, ത്യാഗവും സന്നദ്ധതയും ഒക്കെ നോക്കുകുത്തികളായി മാറുന്ന, ലാഭം മാത്രം രാഷ്ട്രീയത്തിൻ്റെ ബാക്കിപത്രമായി മാറുന്ന, ആദർശത്തേക്കാൾ ഉപരി ആമാശയത്തിന് എല്ലാം തീരെഴുതി കൊടുക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയക്കാർക്കും വലിയ ഉദാഹരണമാണ്, മാതൃകയാണ് ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെൻറ്റർ. അതിൻ്റെ മിഡിൽ ഈസ്റ്റിലെ 7 GCC രാഷ്ട്രങ്ങൾ, ആ GCC രാഷ്ട്രങ്ങളിലെ നൂറുകണക്കായ സ്റ്റേറ്റ് കമ്മിറ്റികൾ, അതിൻ്റെ താഴെ ശാഖാ കമ്മിറ്റികൾ, അങ്ങനെ സുജമായ ഒരു വലിയ സംവിധാനമാണ് IMCC. ആ IMCCയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ മുഖ്യ കാർമ്മിത്വം വഹിക്കുന്ന, അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഏറ്റവും ഗണനീയമായ സ്ഥാനത്തുള്ള 2 പ്രഥമ സ്ഥാനീയർ, അവർക്ക് സംസ്ഥാന സർക്കാർ അവർക്കെന്നുള്ള ആ സംഘടനയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടിയിരുന്ന, നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമ്മുടെ ലോക കേരള സഭ. തീർച്ചയായും മലയാളികളായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ പ്രവാസി സമൂഹത്തിന്
വലിയ സംഭാവനകളും സഹായങ്ങളും നൽകാൻ സാധിക്കുന്ന ഒരു വലിയ ബോഡിയാണ്, ഒരു നല്ല സർക്കാർ ബോഡിയാണ്. അത്തരത്തിലുള്ള ഒരു സഭയിലേക്ക് IMCCക്ക്, നാഷണൽ ലീഗിൻ്റെ പ്രവാസി സംഘടനയായ IMCCക്ക് കേരള സർക്കാർ, വിശിഷ്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും മികച്ച ഒരു അംഗീകാരം നൽകിയിരിക്കുകയാണ്. തീർച്ചയായും ആ അംഗീകാരം ഓരോ പ്രവാസിക്കും അർഹതപ്പെട്ടതാണ്, ഓരോ മലയാളിക്കും അവകാശപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരിയായി അത് കേരളത്തിലെ ഓരോ നാഷണൽ ലീഗ് പ്രവർത്തകനും അവകാശമാണ്. അവൻ്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രണ്ടുപേരും വ്യക്തിപരമായും സംഘടനാപരമായി ഞാനുമായി ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. സത്താർ കുന്നിൽ സാഹിബ് കാസർഗോഡ് ജില്ലയിലെ ബേക്കലിനടുത്തുള്ള ഗ്രാമത്തിലാണ് താമസം. അദ്ദേഹത്തെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു വലിയ ജീവകാരുണ്യ പ്രതിഭയാണ്. കുവൈറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്രം. അവിടുത്തെ പ്രവാസി സമൂഹത്തിൻ്റെ പൊതു സാമൂഹിക സാംസ്കാരിക മാധ്യമ ഇടങ്ങളിലെ ഏറ്റവും മുഖ്യമായ ഒരു മുഖമാണ് ശ്രീ സത്താർ കുന്നിൽ സാഹിബ്. നിലവിൽ അദ്ദേഹം നാഷണൽ ലീഗ് എന്ന ആശയപ്രതിബദ്ധതയൊത്ത സംഘടനയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഈ അംഗീകാരം സാധാരണക്കാരായ മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക്, ഹതഭാഗ്യരായ പ്രവാസികൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്നു. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി അദ്ദേഹം നിറവേറ്റുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതുപോലെ തന്നെ PP സുബൈർ ചെർമോൻ, ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പ്രസ്ഥാനം ബീജപാപം ചെയ്ത ആ കാലത്തു തന്നെ അതിൻ്റെ മുഖ്യധാരയിൽ ഇഴകി ചേർത്തുകൊണ്ട് നാളിതുവരെ ആശയപരമായോ ആദർശപരമായോ അരയടി പിന്നോട്ട് പോകാതെ ഇച്ഛാശക്തിയോടും നെഞ്ചൂക്കും കൂടി പ്രവാസ ലോകത്തും നാട്ടിലും അതിന് ധീരോദാത്തമായി നേതൃത്വം നൽകുന്ന നല്ല ലക്ഷണമൊത്ത പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ഇന്ന് നാഷണൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഖത്തറാണ്. ഖത്തറിനെ പോലെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകൻ, ഏറ്റവും നല്ല മനുഷ്യാവകാശ പ്രവർത്തകൻ, ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പേരും പ്രശസ്തിയും ആർജിച്ചിട്ടുള്ള അദ്ദേഹത്തിനാണ് ഇന്ന് നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി ഇവിടെ സ്വീകരണം ഒരുക്കുന്നത്. മറ്റൊന്ന്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജേക്കബ് വെളുത്താൻ ജിയാണ്. എനിക്ക് ദീർഘകാലമായി പരിചയമുള്ള ഒരാളാണ്. വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമയാണ്. MA ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പരിവർത്തനവാദികളുടെ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നന്മ ലക്ഷ്യമാക്കി ഒരു പരിവർത്തനത്തിന് വേദിയൊരുക്കിയ MA ജോണിനെ പോലെയുള്ള അപൂർവം ആളുകളിൽ അക്കാലത്ത് മുന്നിൽ നിന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരനാണ് ജേക്കബ് വെളുത്താൻ. ഈ ഇന്ന് കാണുന്ന ഈ ആമാശയ രാഷ്ട്രീയത്തിൽ മനം നൊന്ന് ഒക്കെ മാറി നിന്ന് കലാസാംസ്കാരിക പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഏകദേശം 10 വർഷത്തിന് മുമ്പ് ഞാൻ പരിചയപ്പെടുന്നതും ഈ അടുത്തിടെ നാഷണൽ ലീഗിൽ ലയിച്ച NSCയിലൂടെ അദ്ദേഹം വീണ്ടും സജീവമായി എത്തുകയും ചെയ്യുന്നത്. പഴയ തലമുറയിൽപ്പെട്ട മിക്ക മന്ത്രിമാർക്കും MLAമാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും വിശിഷ്യ എറണാകുളം കേന്ദ്രീകരിച്ചിട്ടുള്ളവർക്ക് ഏറെ സുപരിചിതനായ അദ്ദേഹം ഒരു മികച്ച എഴുത്തുകാരനാണ്, മികച്ച കവിയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. മതനിരപേക്ഷതയുടെ എക്കാലത്തെയും നിറസാന്നിധ്യമാണ് ജേക്കബ് വെളുത്താൻജി എന്ന് അനുഭവം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഏതൊരു പ്രസ്ഥാനവുമായി സഹകരിക്കുന്നോ ആ പ്രസ്ഥാനത്തിൻ്റെ ഏതു പരിപാടിയിലും തൻ്റെ സജീവ സാന്നിധ്യം സ്വകാര്യമായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഓടിയെത്തുന്ന
ഒരു നല്ല പ്രതിഭ, ലക്ഷണമൊത്ത നല്ല രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഈ ജീവിത പ്രാരാബ്ദങ്ങൾ ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഈ അടുത്തിടെ ഒരു ദേശീയ അവാർഡിന് അർഹനായി. ഈ കഴിഞ്ഞ 22-ാം തീയതി ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന പ്രൗഢമായൊരു ചടങ്ങിൽ വെച്ച് കേന്ദ്രമന്ത്രിയിൽ നിന്നാണ് അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങിയത്. അവാർഡ് ഏറ്റുവാങ്ങുന്ന ആ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചെങ്കിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. നാഷണൽ മലയാളം ലിമിറ്റഡ് ബുക്സിൻ്റെ ഗോൾഡൻ ലോട്ടസ് അവാർഡിനാണ് അദ്ദേഹം രചിച്ച, അദ്ദേഹം എഴുതിയ ചിങ്കാരിപ്പുഴ സുന്ദരിയാണ് എന്ന് ബാല സാഹിത്യകൃതി അർഹമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ നാഷണൽ ലീഗ് പ്രവർത്തകനും അഭിമാനമാണ്. കാരണം ഒരു കവി, ഒരു സാംസ്കാരിക നായകൻ, ഒരു മതനിരപേക്ഷ പ്രവർത്തകൻ, ഏറെ പാരമ്പര്യമുള്ള തഴക്കം ചെന്ന ഒരു രാഷ്ട്രീയക്കാരൻ മധ്യ കേരളത്തിൻ്റെ ഒരു മുഖമായി നാഷണൽ ലീഗിന് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രാപ്തമായ ഒരു നേതൃത്വമാണ് അദ്ദേഹം. അതും നമുക്ക് അഭിമാനമാണ്. തീർച്ചയായും ഈ 3 പേർക്കും നാഷണൽ ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നൽകുന്ന ഈ സദസ്സിൽ, ഈ സ്വീകരണ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഷബീൽ തങ്ങളാണ്. വിവരണത്തിനും വിശദീകരണത്തിനും ആവശ്യമില്ല, ചുരുങ്ങിയ കാലത്തെ പരിചയം ഉണ്ട്. പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ്. നാഷണൽ ലീഗിൻ്റെ ഇന്നത്തെ സംസ്ഥാന തലത്തിലെ ഏറ്റവും ശക്തനായ പ്രവർത്തകൻ, പ്രവർത്തനത്തിലൂടെ നേതാവെന്തെന്ന് തെളിയിക്കുന്ന ഏറ്റവും ശക്തമായ നിലയിൽ ആർക്കും മാതൃകയാക്കാവുന്ന പ്രിയപ്പെട്ട തങ്ങൾ എല്ലാ നിലയിലും, തൃശ്ശൂരടക്കം, എറണാകുളമടക്കം, പാലക്കാടടക്കം ഞെട്ടിച്ചുകൊണ്ട്, പലരെയും അമ്പരിപ്പിച്ചുകൊണ്ട് നാഷണൽ ലീഗ് ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ്. സംഘടനാ സംവിധാനം ശക്തിപ്പെടുകയാണ്. ഇടതുപക്ഷ നേതൃത്വത്തിനിടയിൽ മറ്റാരെക്കാളും വലിയ സ്വീകാര്യത ഒരു നേതാവിന് ലഭിച്ചു തുടങ്ങിയത് ഓരോ നാഷണൽ ലീഗ് പ്രവർത്തകനും അഭിമാനകരമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ലീഗ് ഏറ്റവും കൂടുതൽ തിളങ്ങിയ പ്രദേശങ്ങൾ മധ്യ കേരളം, വടക്കൻ കേരളത്തെ പോലെ മധ്യ കേരളവുമാണ്. അതിൻ്റെ മുഖ്യ രാജശില്പി, മറ്റെല്ലാവരും അതിൽ ഭാഗഭാക്കാകുമെങ്കിലും മുഖ്യ രാജശില്പി തുറന്നു പറയാം സയ്യിദ് ഷബീൽ തങ്ങളാണ്. തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ അതിഥിയായിട്ടെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഷാഫി നദ്വി സാഹിബ്, അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ഒരു പ്രതിഭയാണ്. അലീമിയാൻ അക്കാഡമി എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായൊരു സ്ഥാപനം സ്വന്തമായി നടത്തുന്ന ആളാണ്. സമന്വയ വിദ്യാഭ്യാസം തെക്കൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ക്രാന്തദർശിയായ നല്ല ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. അലീമിയാൻ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി സാഹിബിൻ്റെ ശിഷ്യത്വം നേടാൻ ഭാഗ്യം ലഭിച്ച ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനാണ്. തലസ്ഥാന നഗരിയിലെ നല്ല പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം അടക്കമുള്ളവരുടെ സേവനങ്ങൾ ഇത്തരം പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ ഊന്നി പറയുകയാണ്. അദ്ദേഹത്തെയും ഈ പറഞ്ഞവരെയൊക്കെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഓരോരുത്തരെയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഉപാധ്യക്ഷൻ ALM കാസിം സാഹിബ്, അതുപോലെ തന്നെ ആലപ്പുഴയിലെ നമ്മുടെ സക്കാഫി ഉസ്താദ് സനൽകുമാർജി, നമ്മുടെ ഈ ജില്ലയുടെ തന്നെ ഓർഗനൈസ് സെക്രട്ടറി നസറുദ്ദീൻ മന്നാനി സാഹിബ്, ഏറെ സുപരിചിതനായ അദ്ദേഹം, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് വെമ്പായം നസീർ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ജില്ലയുടെ നേതാവ് കിളിമാനൂരിലെ സജ്ജാദ് സാഹിബ്, ഇന്നത്തെ ഈ പ്രവർത്തനത്തിന് രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി എല്ലാവിധ പിന്തുണയും നൽകുകയും സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ സജ്ജാദ് സാഹിബ്, അതുപോലെ തന്നെ സനൽകുമാർ ജി നമ്മുടെ തൊഴിലാളി യൂണിയൻ്റെ നേതാവാണ്. ഞാനുമായിട്ട് വളരെയേറെ കാലത്തെ പരിചയമുണ്ട്. അബ്ദുൽ കലാം സാഹിബ് അടക്കമുള്ള അനിൽ ചിറകുളം അടക്കമുള്ള മുഴുവൻ ആളുകളെയും ആലപ്പുഴയിൽ നിന്നെത്തിയ സഹോദരനെ അടക്കം സ്വാഗതം ചെയ്തുകൊണ്ട് വിരമിക്കുന്നു. ഷബീൽ അലി തങ്ങളെ വളരെ ആദരവപൂർവ്വം ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി തന്നെ ക്ഷണിക്കുന്നു.
സഹൃദയരെ സ്നേഹാഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ദീർഘമായിട്ടുള്ളൊരു അധ്യക്ഷ ഭാഷണത്തിന് മുതിരുന്നില്ല. നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെൻറ്റർ എന്ന പ്രവാസി പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒന്ന് വിശദീകരിച്ച് കൂടുതലായിട്ട് പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട ജലീൽ സാഹിബ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ സംഘടനയുടെയും പ്രധാനപ്പെട്ട ഒരു ജീവനാഡിയാണ് പ്രവാസികൾ, പ്രവാസ സംഘടനകൾ. പ്രവാസ ലോകത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഒരു കൈത്താങ്ങായി എപ്പോഴും കൂടെ നിൽക്കുന്ന ഈ IMCCയെ പോലെയുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് നമ്മളുടെ നാഷണൽ ലീഗിനെ പറയുകയാണെങ്കിൽ IMCC അതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സത്താർ സാഹിബ്, PP സുബൈർ സാഹിബ്, അതുപോലെ ജേക്കബ് വെളുത്താൻ അവർക്കുള്ള അനുമോദനം, ഒരു ആദരവുമാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവനാഡിയായി അതിൻ്റെ ഏതൊരു ആവശ്യാവൽ ഘട്ടങ്ങളിലും കൈത്താങ്ങായി നിൽക്കുന്ന ഈ പ്രവാസി പ്രസ്ഥാനം IMCC എന്ന് പറഞ്ഞാൽ സംഘടനയെ എപ്പോഴും വളരെ പോസിറ്റീവായി നോക്കിക്കാണുന്ന ഒരു സംവിധാനമാണ്, ഒരു പ്രസ്ഥാനമാണ് IMCC എന്നുള്ളത്. ഏതൊരു വിഷയം വരുമ്പോഴും നേതാക്കൾ തന്നെ നമ്മളെ വിളിച്ചന്വേഷിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് എന്തെങ്കിലും കുറവുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നികത്താൻ, അതിന് ഒരു സഹായമായി വർത്തിക്കാൻ ഈ IMCC എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. സംഘടനയുടെ പുരോഗതിക്ക് വേണ്ടിയും മറ്റുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയെന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചർ സെൻറ്റർ. കൂടുതലായിട്ടുള്ള ഒരു ഭാഷണത്തിന് മുതിരുന്നില്ല. നമുക്കിവിടെ ആദരവുകൾ നൽകേണ്ടതുണ്ട്. മറ്റുള്ള പരിപാടിയിലേക്ക് നമുക്ക് മെല്ലെ അങ്ങ് പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു അധ്യക്ഷ ഭാഷണം ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷാളട്ട് ഇങ്ങനെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിയ നമ്മളുടെ അതിഥികൾ അവരെ നന്ദി ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ ജലീൽ പുനലൂർ, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, ലോക കേരള സഭ പ്രവാസികളെയും കേരളീയരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി, കേരളീയ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി സാമ്പത്തികവും സാമൂഹ്യവുമായ കേരളത്തിൻ്റെ പുരോഗതികൾക്ക് പ്രവാസികൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതോടൊപ്പം തന്നെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പ്രവാസികളിൽ നിന്നും നേരിട്ട് മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും മറ്റു മന്ത്രിമാരും കേൾക്കുന്ന, പ്രവാസികൾ അംഗീകരിക്കുന്ന ഒരു പരിപാടിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ പ്രവാസികളെ കേവലം കർമ്മപശുക്കൾ മാത്രമായി കണ്ടുകൊണ്ട് അവരെ സാധനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അവരംഗീകരിക്കുക എന്നുള്ളത്, നിയമസഭയുടെ പഴയ ഹാളിൽ വിളിച്ചുകൊണ്ട് അവരെ കേട്ടുകൊണ്ട് അവരിലൂടെ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ള കേരള സർക്കാരിൻ്റെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഒരു പദ്ധതിയുടെ 4ാമത് സമ്മേളനമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടിയിരുന്നത്. കുവൈത്തിൽ ഇന്നലെ ഉണ്ടായ ദുരന്തത്തിന്റെ ഫലമായിട്ട് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെച്ചെങ്കിലും നാളെയും മറ്റന്നാളുമായി നിരവധി സെമിനാറുകളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കേരള സർക്കാരിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലേക്ക് നാഷണൽ ലീഗിന്റെ പ്രതിനിധികളായിക്കൊണ്ടാണ് എന്നെയും സുബൈർ സാഹിബിനെയും ഇതിലേക്ക് തെരഞ്ഞെടുത്തത്. നമ്മുടെ പാർട്ടിക്ക് ലഭിച്ച ഒരു അംഗീകാരമാണ്. ജലീൽ സാഹിബിന്റെ തുടക്കത്തിലുള്ള സംസാരത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി IMCCയെ കുറിച്ചും വ്യക്തിപരമായി ഞാനടക്കമുള്ള ആളുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മുടെ
സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊക്കെ പല ഉത്തരവാദിത്തങ്ങളുണ്ട്. നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് IMCC പ്രവർത്തകർ എന്ന് പറയുന്നത്. തങ്ങളുടെ ജീവിതം, തങ്ങളുടെ കുടുംബമാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. തങ്ങളുടെ കുടുംബത്തിനെ ഓർമ്മിക്കുക, കുടുംബത്തിന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്. അതോടൊപ്പം തന്നെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് നീതി പുലർത്തുക. നമ്മുടെ കുടുംബത്തിന് നമ്മൾ എങ്ങനെ പോറ്റുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് ജീവിക്കാനുള്ള അവസരം നൽകുന്ന, ജോലി നൽകുന്ന സ്ഥാപനത്തിനോട്, അതിൻ്റെ ഉടമകളോടുള്ള നീതി കാണിക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതോടൊപ്പം അവൻ പൂർത്തിയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ചുറ്റുമുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കാണുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ കൊണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. ജലീൽ പുലൂരൊക്കെ തന്റെ എക്സ്പീരിയൻസ് IMCCയുമായി ബന്ധപ്പെട്ട് അദ്ദേഹമൊക്കെ അവിടെ നടത്തിയ കുറേ കാര്യങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇത്രയും വളരെ നല്ല രീതിയിൽ IMCC പരിചയപ്പെടുത്തിയത്. എത്രയോ പ്രശ്നങ്ങൾ, നിരന്തരമായ പ്രശ്നങ്ങൾ, ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ കുറേയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് മനുഷ്യൻ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഇടപെടേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. തൊഴിൽ ചീറ്റിങ്ങിനെ ഇതായിക്കൊണ്ട് സ്ത്രീകൾ ഗൾഫിലേക്ക് വരികയും എത്രയോ ആളുകൾ അവിടെ അവർക്ക് ഉദ്ദേശിച്ച ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുക, അതിനുശേഷം അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക, മർദ്ദിക്കുക. അപ്പോൾ എംബസിയുമായി ബന്ധപ്പെട്ട് അവരെത്തിക്കേണ്ട കാര്യങ്ങൾ, സ്പോൺസറുമായി സംസാരിക്കേണ്ട പ്രശ്നങ്ങൾ, ജയിലിലാകുന്ന ആളുകളെ നാട്ടിലെത്തിക്കാൻ ഇടപെടേണ്ട പ്രശ്നങ്ങൾ, വിധ സംബന്ധമായ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മരണപ്പെടുന്ന ആളുകളെ അവരുടെ ബോഡികൾ നാട്ടിലെത്തിക്കുക. ഇങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഒരു വെള്ളിയാഴ്ച കിട്ടുന്ന അവധി കുടുംബത്തിനോട് ചെലവഴിക്കാൻ വിചാരിച്ചിട്ട് ഒരിക്കലും നടക്കാറില്ല. ഞാൻ അതിശയമായിട്ട് പറയുന്നില്ല, നോമ്പ് തുറ, പിന്നെ നമ്മൾ സാധാരണ ഒരാൾ നോമ്പ് തുറക്ക് വിളിച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരു സ്ഥലത്ത് നോമ്പ് തുറയേണ്ടെന്ന് പറയും. ഞാൻ എൻ്റെ വൈഫിന് നോമ്പ് തുറക്ക് അവസരം കൊടുത്തിട്ടാണ് പലപ്പോഴും നോമ്പ് മാസങ്ങൾ നിൽക്കുക. കാരണം ഒരു ദിവസം വീട്ടിലേക്ക് എന്ന് പറയുന്നത്, അത് നമ്മൾ ഈ പാർട്ടിപരമായി അല്ലെങ്കിൽ സാമൂഹിക ഇടപെടുന്നത് കൊണ്ട് ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തേക്ക് എത്തേണ്ടി വരുന്നു. അപ്പോൾ നിരന്തരമായി അതുപോലെ തന്നെ എല്ലാ പ്രവാസികളും, ഇപ്പം ഞാനടക്കമുള്ള എല്ലാ സംഘടനാ നേതാക്കളും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് പാർട്ടിയിലൂടെയാണ് അംഗീകാരം കിട്ടുന്നത്. നാഷണൽ ലീഗ് എന്ന പാർട്ടി, നമുക്കറിയാം, നമ്മുടെ അബ്ദുള്ളക്കുട്ടി സാഹിബ് ചെയർമാനും പാർട്ടിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസും സംസ്ഥാന നേതാവായ ജലീൽ പുലൂർ സാഹിബ് നേരിട്ട് വന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി പാർട്ടിയെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തി നേരിട്ട് അവിടെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കിയിട്ടാണ് അവർ പോയത്. കാരണം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രീതിയും കാര്യങ്ങളും നമ്മൾ രണ്ടായതിനു ശേഷം അവർ കാണിക്കുന്ന മനോഭാവങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നേരിട്ട് ബോധ്യപ്പെടുത്തി അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മൾ എന്തോ വലിയ ആളുകളായെന്നുള്ളത്. കഴിഞ്ഞ 25 വർഷമായി കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. നാഷണൽ സ്റ്റുഡൻസ് ലീഗിന്റെ സ്ഥാപനം മുതൽ ഞാനും സുബൈർ സാഹിബ് അതിന്റെ തുടക്കത്തിൽ സൈഡ് പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളായി പ്രവർത്തനം തുടങ്ങിയതാണ്. കഴിഞ്ഞ 25 വർഷമായി നമ്മൾ പ്രവർത്തിക്കും. 25 വർഷം ആ പാർട്ടിയുമായി അതിലെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളൊരു രാഷ്ട്രീയ നിലപാടുകളായിട്ട് ഞങ്ങളൊക്കെ മുമ്പോട്ട് വരും. IMCCയിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് തന്നെയാണ് ആ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഒരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണിത്. ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതു രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് കേവലം മുസ്ലിങ്ങൾ മാത്രം സംഘടിക്കാതെ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എന്നൊരു വിഭാഗം മാത്രം സംഘടിക്കാതെ, ഇതൊരു പൊതു പ്രശ്നമായി മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പൊതു പ്രശ്നമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയം എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കുവൈത്തിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ സംഘടന ഉണ്ടാക്കുന്നത്, അതായത് രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി എല്ലാ ജില്ലക്കാർക്കും ഒരുമിച്ച് കൂടാം. ഒരു ജില്ലയുടെ ഒരു അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെ മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് കൂടാമെന്നുള്ള സങ്കല്പം മുമ്പോട്ട് വെക്കുകയും 20 വർഷം മുമ്പ് ഞങ്ങൾ അതിന്റെ 20ാം വാർഷികാഘോഷിക്കാൻ ആദ്യമായിട്ട് കൂടുതൽ ജില്ലാ സംഘടന ഉണ്ടാക്കുന്നത് കാസർഗോഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഒരു തുടക്കം കുറിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്ന് കുവൈത്തിൽ എല്ലാ ജില്ലകളിലും സംഘടനയുണ്ട്. തിരുവനന്തപുരത്തിന് 2 സംഘടനയുണ്ട്, ആലപ്പുഴക്ക് 2 സംഘടനയുണ്ട്, കോഴിക്കോട് 2 സംഘടനയുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളും സംഘടന രൂപീകരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജില്ലാ സംഘടനകൾക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നതിന്റെ തുടക്കം കുറിക്കാൻ ഇന്നും കുവൈത്തിൽ ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഫൗണ്ടർ, എല്ലാ ജില്ലാ സംഘടനയുടെയും ഒരു തുടക്കക്കാർ എന്നറിയപ്പെടുന്നത് ഞങ്ങളുടെ ജില്ലക്കാരെയാണ്. അതിനൊരു തുടക്കം കുറിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്നും അഭിമാനത്തോടു കൂടിയാണ് നമുക്കൊരു തുടക്കം കൊടുക്കാൻ വേണ്ടി സാധിച്ചു. മീഡിയക്കാരുടെ, മാധ്യമ പ്രവർത്തകർ, എൻ്റെ ഒരു നാട്ടിലുണ്ടാകുമ്പോഴേ തുടങ്ങിയ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള അർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ യോജിപ്പിച്ചുകൊണ്ട് ഒരു മീഡിയ കമ്മിറ്റി, കുവൈത്തിലെ കേരള പ്രസ് ക്ലബിന്റെ ഒരു സെക്രട്ടറി കൂടിയാണ് ഞാൻ. എല്ലാ രീതിയിലും ഞാനൊരു ഓൺലൈൻ പത്രം സ്വന്തമായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ കുവൈത്തിൽ പ്രവർത്തിക്കുന്ന വിബ്ജോ എന്നുള്ളൊരു ചാനലുണ്ട്, ഗൾഫിൽ മുഴുവനും കിട്ടുന്ന ഒരു ചാനലിന്റെ അവിടുത്തെ എഡിറ്റർ കൂടിയാണ്. അങ്ങനെ നമ്മൾ മാധ്യമ പ്രവർത്തനം നടത്തും. നമ്മൾ ഒരു കാര്യം മാത്രമല്ല, നമുക്ക് ഒരു രീതിയിൽ മാത്രം രാഷ്ട്രീയം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തിയാൽ പോരാ.
പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഓരോ പ്രവർത്തനം നമ്മുടെ രാഷ്ട്രീയത്തിൽ മുതൽക്കൂട്ടാവണം. അങ്ങനെ മീഡിയ രംഗത്തുള്ള ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എഴുത്തുകാരുടെ കൂട്ടം ഇപ്പോൾ നേരത്തെ ഇവിടെ ആദരിക്കപ്പെട്ടു നമ്മുടെ ബഹുമാന്യനായ, വളരെ സന്തോഷം തോന്നി എനിക്ക്, ജേക്കബ് വെളുത്താൻ സാർ. അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചു. അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടിക്കുള്ള ഒരു അംഗീകാരം, നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവുക. അപ്പൊ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഏറ്റവും ആത്മാർത്ഥം, എന്നെയും സുബൈറിനെയും ചിലപ്പോൾ ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഇത് കുറെ നാൾ പ്രവർത്തിച്ചുകൊണ്ട് IMCC കിട്ടും അംഗീകാരം. പക്ഷേ ജേക്കബ് വെളുത്താൻ സാർ നമ്മുടെ പാർട്ടിയുടെ ഭാഗമാണെങ്കിലും സാഹിത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. മറ്റുള്ളവർ അംഗീകരിക്കാൻ മടിയുള്ളവരാണ് മലയാളി. മറ്റുള്ളവന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ അതിൽ അസൂയോടുകൂടി നോക്കിക്കാണുന്ന മലയാളി. ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതിക്ക് നേടിയത്. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് നാളെ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ജേക്കബ് വെളുത്താൻ സാറിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. എഴുത്തിന്റെ മേഖലയിലുള്ള ആളുകളെ കൂട്ടായിക്കൂടി ഞങ്ങൾ മലയാളം കുവൈത്ത് എന്നുള്ള ഒരു എഴുത്തിന്റെ കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അതേപോലെ എല്ലാ സംഘടന, ഇന്നിപ്പം മന്ത്രി പ്രസാദിന്റെ PA ഷിജോ ഫിലിപ്പ് നേരത്തെ കാണാൻ പറ്റാത്തതിൽ നേരത്തെ മെസ്സേജ് അയച്ചു. പിന്നെ KMCCയുടെ മുസ്ലിം ലീഗിന്റെ വളാഞ്ചേരി മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കുട്ടമംഗലം പ്രതാപന്റെ ഏറ്റവും അടുത്ത ആള് ഇക്ബാൽ കുട്ടമംഗലം, ഇപ്പൊ അവിടുത്തെ മണ്ഡല ബ്ലോക്ക് പ്രസിഡന്റാണ്. ഇങ്ങനെ കുറെ ഞങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയത്തിന്റെ ആൾ. ബെർഗ്മൻ തോമസ് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്തെ ഏറ്റവും അറിയപ്പെടുന്ന നാടക പ്രവർത്തകനാണ്. അങ്ങനെയുള്ള കുറേ ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും യുവാക്കൾ സംഘടിക്കുക എന്നുള്ള, ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നമുക്ക് എല്ലാ ആളുകളെയും പരസ്പരം ബഹുമാനിക്കാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് പലതും നേടാൻ വേണ്ടി സാധിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും യുവാക്കൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് 25 വർഷം മുമ്പ് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന സംഘടനയാണ് അയനം എന്ന് പറയുന്നത്, ഓപ്പൺ ഫോറം. നമ്മുടെ വ്യത്യസ്ത രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് ഒരുമിക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിച്ചുകൊണ്ട് എല്ലാ വേദികളും ഒരു പൊതുവേദികളാക്കി മാറ്റാൻ സാധിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ആളുകളെ തന്നെ പരസ്പരം അംഗീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, നമ്മൾ നേതാവാകുന്നത് ഞാൻ നേതാവാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നെ നേതാവാണെന്ന് പറയേണ്ടത് മറ്റുള്ളവരാണ്. മറ്റുള്ളവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ നേതാവുള്ളൂ. ഞാൻ സ്വയം നേതാവായി പ്രഖ്യാപിച്ചതുകൊണ്ട് എനിക്കൊരിക്കലും നേതാവ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കൂടി അംഗീകരിച്ചുകൊണ്ട് എല്ലാ ആളുകളുടെയും ഓരോ ആളുകൾ വ്യത്യസ്തമായ കഴിവുകളാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ആ കൂട്ടിപ്പിടിക്കലിന്റെ ഭാഗമായി ഓരോ ആളുകളുടെയും കഴിവുകളെ നമുക്ക് എടുത്തു കൊറ്റാൻ ഈ സംഘടന വലിയതായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. എന്തൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അംഗീകരിക്കേണ്ട ആളുകൾ അംഗീകരിക്കുക, കഴിവുള്ള ആളുകൾ അംഗീകരിക്കുക. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് അദ്ദേഹത്തെക്കാൾ കഴിവുണ്ട് എന്ന്. പക്ഷെ നമുക്ക് അദ്ദേഹത്തെക്കാൾ കഴിവുണ്ട് നമ്മൾ വായിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ് തെളിയിക്കുന്നത്. അങ്ങനെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചുകൊണ്ട് വളരെ സജീവമായിക്കൊണ്ട് ഒരുമിച്ച് പോകാൻ സാധിച്ചാൽ നമുക്ക് വല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വളരെ പ്ലാനിങ്ങോട് കൂടി നമ്മൾ തെളിയിക്കേണ്ടത് അവിടെയാണ്. ഞങ്ങളുടെ കൂടെ ആളുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കുമ്പോഴാണ് നമ്മൾ നേതാക്കന്മാരാകുന്നത്. അങ്ങനെ നേതാക്കന്മാരാകാൻ വേണ്ടി നമുക്കൊരു പുനരാലോചനയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ട് എല്ലാം ഒരുമിച്ച് പോകാൻ വേണ്ടി സാധിച്ചാൽ തീർച്ചയായിട്ടും വരുന്ന കാലം നമുക്കുള്ളതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ. നമ്മുടെ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് നടക്കുകയാണ് 29-30 തീയതികളിൽ. എല്ലാവിധ കാര്യങ്ങളും ഒരു പുനഃസൃഷ്ടിക്ക് വേണ്ടി ഇപ്പോഴത്തെ പുതിയ ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. വളരെ പ്രതീക്ഷയോട് ഇവർക്കൊക്കെ ഒരു കൈത്താകാൻ ഈ പാർട്ടിക്ക് സാധിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ തൻ്റെ കൂടെ ആളുകളുണ്ട്, ഈ പാർട്ടി ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം. അവർക്ക് തോന്നണം എൻ്റെ കൂടെ പാർട്ടിയുണ്ട്. അങ്ങനെ തോന്നിപ്പിക്കാൻ നമുക്ക് ഇതുവരെ സാധിക്കുന്നില്ല. ഒരാളുകൾ അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവാക്കിക്കൊണ്ട് പല പരിപാടികൾ നടത്തും, അവർ തളരുകയാണ്. അത് മാറിക്കൊണ്ടൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ തൻ്റെ കൂടെ പാർട്ടിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറാനുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മളെ ചിന്തകൾ ഉണ്ടാവണം. ഈ സമയം വളരെ ചുരുങ്ങിയത്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, പലർക്കും പോകാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിനെ പറ്റിയ സമയമല്ല എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ മനസ്സുകൊണ്ട് അതിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് വരികയും തങ്ങളുടെ ഒരു പരിപാടിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇവിടെ സമയങ്ങൾ ചിലപ്പോൾ സക്കാഫി വന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഒരു 1-2 കാര്യങ്ങൾക്ക് മാത്രമേ. ഇപ്പോൾ ഷെബീൽ തങ്ങൾ വന്നത് തൃശ്ശൂരിൽ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് ഒരു ദിവസത്തെ സമയം ചിലവായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ നാഷണൽ ലീഗിന്റെ ഒരു പ്രശ്നമല്ല. അവിടുത്തെ ആശുപത്രിയിലെ ഒരു ഡോക്ടർ, അവിടുത്തെ ആശുപത്രിയിൽ വളരെ പിന്നോക്ക വിഭാഗങ്ങൾ പോകുന്ന ഒരു ആശുപത്രി രാത്രി ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെ ഒരു ഡോക്ടറെ നിയമിക്കണമെന്നുള്ളത് ഷെബീൽ തങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് ആശുപത്രിയിൽ ചികിത്സിക്കാനുള്ള സാമ്പത്തിക സൗകര്യം ഇന്ന് അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ആശുപത്രി സൗകര്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് പോകാനുള്ള ആശുപത്രി ഡോക്ടർമാരില്ല എന്ന് അറിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ ഡോക്ടർ ഉണ്ടാക്കിയെടുക്കണമെന്നുകൊണ്ട് ഒരു ദിവസത്തെ ചെലവായിക്കൊണ്ട് അദ്ദേഹം ഇവിടെ വരികയാണ്. ഇത് അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനത്തിന്റെ, ജീവകാരുടെ പ്രവർത്തനത്തിന്റെ, സാമൂഹ്യ പ്രതിബദ്ധതയുടെ, നാഷണൽ ലീഗിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടൊക്കെ അതൊരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അത് ഇന്ന് വരികയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, ജലീൽ പുനൂർ സാഹിബ് കടന്നപ്പള്ളിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് വാങ്ങി അവിടെ പോയി കടന്നപ്പള്ളി സ്വന്തം കൈപ്പടിയിൽ
അദ്ദേഹം കൊടുത്ത നിവേദനം ഇത് പരിഗണിക്കണം, ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് കടന്നപ്പള്ളി എഴുതി. ആ എഴുത്തുകൊണ്ട് ഞാനും ഷബീൽ തങ്ങളും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അവിടെ വെച്ച് ഉറപ്പ് വാങ്ങി. അതായത് 3 മാസത്തിനുള്ളിൽ PSCയിൽ നിന്ന് ഡോക്ടറെ ആ ആശുപത്രിയിലേക്ക് നിയമിക്കും, അതിനു മുമ്പ് തന്നെ താൽക്കാലികമായ ഒരു ഡോക്ടറെ നിയമിക്കുമെന്ന് ഉറപ്പ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു കടമ എന്നുള്ളത് അദ്ദേഹം തെളിയിക്കുകയാണ്. ഈ ഒരു തെളിയിക്കലാണ് നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത്. വളരെ നല്ല രീതിയിൽ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. എല്ലാ ആളുകളും ഒരു മനസ്സോടുകൂടി ചിന്തിക്കുക, ഒരൊറ്റ മയ്യായിക്കൊണ്ട് നേതാവ് ആരാണോ ആ നേതാവിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അവരുടെ പിന്നിൽ അത് എത്ര ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിസ്സാരനാണെന്ന് തോന്നുന്ന ആളായിരിക്കും നമ്മുടെ നേതാവ്. പക്ഷെ അമീറിനെ അംഗീകരിക്കുക എന്നുള്ളത്, നിങ്ങൾ 2 ആളുകൾ ഒരുമിച്ച് പോവുകയാണെങ്കിലും ഒരാൾ അമീറാക്കണം എന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പറയുന്നത്. അപ്പൊ അവർക്ക് പല കുറവുകളുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. അപ്പൊ ആ ആൾക്ക് മറ്റുള്ളവരെയും കാണാൻ വേണ്ടി സാധിക്കണം. നമുക്ക് എല്ലാ ആളുകളും പ്രശ്നങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ, കുഞ്ഞു പ്രശ്നങ്ങളാണ്. ഈ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു രീതിയിൽ എത്രയോ വലിയ ആളുകൾ പോയിട്ടും തളരാതെ പിടിച്ചു നിന്ന ആളുകളാണ് ഈ തിരുവനന്തപുരം. അതുപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ ആളുകളും. അപ്പോൾ ഈ ബാക്കി പല സ്ഥലത്തും പല സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നിൽക്കുന്ന ആൾ, പക്ഷേ തെക്കൻ കേരളത്തിലെ പല സ്ഥലത്തും പല പ്രലോഭനങ്ങളിലും വീഴാതെ പോവാതെ വളരെ സാധാരണക്കാരായ ആളുകൾ ഈ പാർട്ടിയോടെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത് ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലും ഗുണകരമായത് ചെയ്യാൻ, അവരോടൊപ്പം ഒരു കൈത്താങ്ങായി നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു സ്വീകരണം തേടിയിരുന്നു. പലപ്പോഴും ഇത്തരം ഷാള് പരിപാടികളെ പരസ്യമായിട്ട് എതിർക്കുകയും പല ഷാളുകൾ, കുവൈത്തിൽ നിന്നൊക്കെ പലരും ഷാൾ തരുമ്പോൾ യോഗത്തിൽ വെച്ച് തന്നെ, വേദിയിൽ വെച്ച് തന്നെ എന്നെ പലപ്പോഴും ആളുകൾ അഹങ്കാരി എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു ശീലത്തിന്റെ ഭാഗമായി കൊണ്ട് തിരിച്ചു കൊടുക്കുന്ന ശീലം. പക്ഷെ ഇവിടെ സ്നേഹത്തോടു കൂടി ഒരു പച്ച ഷാൾ അണിയിച്ചപ്പോൾ വളരെ തല കുനിച്ചുകൊണ്ട് അത് സ്വീകരിച്ചത്, അത് നിങ്ങളോടുള്ള, നമ്മുടെ പാർട്ടിയോടുള്ള ഒരു സ്നേഹം നിങ്ങൾ കാണിച്ച, ഈ തിരക്കിനിടയിലും ഇങ്ങനെ വന്ന് ഇവിടെ ഒരു സ്വീകരണം നൽകാൻ കാണിച്ച മനസ്സിനോടുള്ള എൻ്റെ ഒരു ആദരവ് കൂടിയാണ്. അതിന് നേതൃത്വം നൽകിയ നാഷണൽ ലീഗിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കൾക്ക്, ഭാരവാഹികൾക്ക് എല്ലാവർക്കുമുള്ള നന്ദിയും അഭിവാദ്യങ്ങളും സ്നേഹവും നേർന്നുകൊണ്ട് ഇനിയും ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് ഐക്യത്തോടു കൂടി മുമ്പോട്ട് പോവാം. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും IMCCയുടെ പിന്തുണ, ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട വളരെ സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും IMCCക്കാരെ അറിയിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾക്ക് നമ്മുടെ ജനറൽ കൺവീനർ സുബൈർ സാഹിബ്, നമ്മുടെ ചെയർമാൻ, GCCയുടെ മൊത്തം 6 രാജ്യങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് IMCC, അബ്ദുള്ള കുട്ടി സാഹിബ്, അവരൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്, താങ്ക് യു. അടുത്തത് നന്ദി ഭാഷണത്തിന് വേണ്ടി ജേക്കബ് ഉളുത്താൻ സാഹിബിനെ ക്ഷണിക്കുന്നു. മഹനീയ സദസ്സിന് എൻ്റെ സന്ധ്യ അഭിവാദനം. ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ ഇടവന്ന അക്ഷരങ്ങളുടെ മഹിമയ്ക്ക് ഞാൻ എൻ്റെ ശിരസിൻ്റെ വന്ദനം. നമ്മളെല്ലാവരും ഇതിനു മുമ്പ് നടന്ന ആ സദസ്സിൽ ഒരു പുസ്തകം സഖാവ് പന്ന്യൻ രവീന്ദ്രനെ ഞാൻ സമർപ്പിച്ചത് കണ്ടു കാണും. ആ പുസ്തകം ഒരു ബാലസാഹിത്യ കൃതിയാണ്, കവിതയാണത്. ഇപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയത് കഥകൾക്കാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല. ആ പുസ്തകത്തിൻ്റെ പേര്, ഞാൻ പന്ന്യൻ രവീന്ദ്രൻ സാറിന് കൊടുത്ത ആ പുസ്തകത്തിൻ്റെ പേര് കുയിലും കാക്കയും എന്നാണ്. അതൊരു ചെറിയ കവിതയാണ്. കവിതയുടെ പേരാണ് കുയിലും കാക്കയും. ഈ കുയിലും കാക്കയും ഞാൻ പാടിക്കേൾപ്പിക്കാം. എൻ്റെ ഏറ്റവും വലിയ ആയുധം, സമരായുധം എന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതുന്ന ഒന്നാണ് കവിത. ധാരാളം കവിതകളിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാലമാണ്. ഞാൻ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് നോക്കാറുണ്ട് ആ കവിതകൾ പലതും. ആ ഭാഷ എനിക്ക് മനസ്സിലാവായക കൊണ്ട് അത്തരത്തിലുള്ള കവിതകൾ, വളരെ ഗഗനമായിട്ടുള്ള കവിതകൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടി. എന്നാൽ അതിനകത്ത് കാര്യം വേണം. എന്തിനെഴുതി എന്ന് ചോദിച്ചാൽ അതിന് കാരണം ഉണ്ടാവണം. നമ്മുടെ മനസാക്ഷി തന്നെ അത് വിശദീകരിക്കണം. എൻ്റെ കാരണം കൊണ്ടാണ് ആ കവിത അല്ലെങ്കിൽ ആ കഥ ഞാൻ എഴുതാൻ കാരണം ഉണ്ടായത്. ആ ഒരു ബോധ്യമില്ലാതെ വരുന്നതായിട്ട് പല കൃതികളും ഞാൻ കണ്ടതിൽ അതെന്നെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുസ്തകം
പുറമേ ആർക്കെങ്കിലും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകം അവർക്ക് ഞാൻ സമർപ്പിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലെ ഞാൻ ഉദ്ദേശിച്ച മൂല്യങ്ങളുള്ള ഒരു സംഭവമായിരിക്കണം, ഒരു കൃതിയായിരിക്കണം എന്ന് വളരെ നിശ്ചയമുണ്ട്. അത് സാക്ഷാത്കരിച്ചതാണ് ആ പുസ്തകത്തിൽ. അതേപോലെ തന്നെയുള്ള എൻ്റെ ആത്മാവിൻ്റെ സാക്ഷാത്കാരമാണ് ചിങ്കാരിപ്പുഴ സുന്ദരിയാണ് എന്ന ഇത്. ഈ കവിത ഞാൻ പരിചയപ്പെടുത്താം. ഒരു കുയിലും ഒരു കാക്കയും രണ്ടും ഒരേ നിറത്തിലുള്ള പക്ഷികളാണ്. പക്ഷേ അവയുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നമ്മുടെ മനുഷ്യരുടെ ഇടയിലുണ്ട്. അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ളൊരു പോരാട്ടം ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഏത് വശത്ത് നിൽക്കണം? നന്മയുടെ വശത്ത് നിൽക്കണോ അതോ തിന്മയുടെ വശത്ത് നിൽക്കണോ? ജയപക്ഷം നോക്കിയിട്ടല്ല നിൽക്കേണ്ടത്. അങ്ങനെയുള്ള നന്മയുടെ പക്ഷത്ത് നിൽക്കണം എന്നാണ് ഈ കവിത കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ഈ കവിതയിൽ എടുത്ത ഓരോ ബിംബങ്ങളും കുയിലായിരുന്നാലും കാക്കയായിരുന്നാലും ഞാൻ അതിനൊരു മാവിൻ്റെ കൊമ്പത്താണ് ഈ കിളികൾ വന്ന് സംഗമിക്കുന്നത്. അവരുടെ സ്വഭാവ രീതി, ജീവിത പ്രവൃത്തികൾ എല്ലാം തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നതും. ഈ കൃതി പുറമേക്ക് വയ്ക്കാനുണ്ടായ കാരണം കുയിലും കാക്കയും. മാങ്കൂമ്പിന്നൊരു മുത്തം നൽകി പൂങ്കുയിൽ മന്ദം പാടി. മാങ്കൂമ്പിന്നൊരു മുത്തം നൽകി പൂങ്കുയിൽ മന്ദം പാടി. നാളെ വസന്തം കാഹളമൂതി നമ്മെ തേടി വരുന്നു. താഴെ തൊടിയിൽ കാക്കയിരുന്ന് കാറി വിളിച്ചു പറഞ്ഞു. താഴെ തൊടിയിൽ കാക്കയിരുന്ന് കാറി വിളിച്ചു പറഞ്ഞു. കാലം കോലം മാറ്റുമ്പോഴും കാണാത്തവരോ ഞങ്ങൾ. കാലം കോലം മാറ്റുമ്പോഴും കാണാത്തവരോ ഞങ്ങൾ. കാക്കച്ചേച്ചി നമ്മളിലാരും കാഴ്ച കുറഞ്ഞവരല്ല. കാക്കച്ചേച്ചി നമ്മളിലാരും കാഴ്ച കുറഞ്ഞവരല്ല. കണ്ടത് പോലെ പറഞ്ഞാൽ കണ്ണിനു ദോഷം തന്നെ. കേട്ടതുപോലും ഭാവിക്കാതെ കാക്ക പറന്നു മറഞ്ഞു. ചിറകടിയൊച്ചയകന്നു ദൂരെ പൂങ്കുയിൽ പാട്ടു തുടർന്നു. നാളെ വസന്തം കാഹളമൂതി നമ്മെ തേടി വരുമ്പോൾ. നാളെ വസന്തം കാഹളമൂതി നമ്മെ തേടി വരുമ്പോൾ. നമ്മളു തമ്മിൽ തല്ലിയകന്നാൽ ഇല്ലൊരു കാലം സൗഖ്യം. നന്ദി. അടുത്ത നന്ദി ഭാഷത്തിന് വേണ്ടി സുബൈർ സാഹിബിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയങ്കരനായ സുഹൃത്ത് ജലീൽ പുനലൂർ സാഹിബ് അവറുകളെ, എല്ലാം കാസിം സാഹിബ്, എം നസീർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഒരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. നേരത്തെ സത്താർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയത് സംസ്ഥാന സർക്കാർ നടത്തുന്ന ലോക കേരള സഭയിൽ നാഷണൽ ലീഗിൻ്റെ പ്രതിനിധികളായി പങ്കെടുക്കാനാണ്. ഏതാണ്ട് 103 രാജ്യങ്ങളിൽ നിന്നും 25 സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു പ്രവാസികളെ കേൾക്കാൻ വേണ്ടി നടത്തുന്നൊരു പരിപാടിയാണ് ലോക കേരള സഭ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ച ഈ ഒരു സ്വീകരണ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനൊരു പരിപാടിയിൽ നാട്ടിൽ സംബന്ധിച്ചത് ഏതാണ്ട് 6 വർഷം മുമ്പാണ്.
2016 വഹാബ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ജനജാഗ്രതാ യാത്രയിൽ ആ സമയത്താണ് ഇതുപോലുള്ളൊരു പരിപാടിയിൽ നാട്ടിൽ സംബന്ധിച്ചത്. അതുകൂടാതെ ഫലസ്തീനിലെ പ്രയാസമനുഭവിക്കുന്ന സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ നാഷണൽ ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലും സംബന്ധിക്കാൻ അവസരമുണ്ടായി. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ ആവേശകരമായ പരിപാടികളാണ് പാർട്ടിയുടെ ബാനറിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിയും തുടരണമെന്നും പാർട്ടിയിൽ കൂടുതൽ ഐക്യത്തോടു കൂടി നമ്മുടെ പാർട്ടിയുടെ ശബ്ദം ഏതൊരു നിലപാടിന് വേണ്ടിയാണോ നമ്മൾ നിലകൊള്ളുന്നത്, ആ നിലപാടിൻ്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഒറ്റ മനസ്സോടുകൂടി നമ്മളെല്ലാ ആളുകളും ഒന്നിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭാഗവാക്കാകണമെന്നും മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് IMCCയുടെ പിന്തുണയും സഹായവും എല്ലാ സമയത്തും ഇതിനു മുമ്പുണ്ടായതുപോലെ ഇനിയും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടും ഈ മഹത്തായ പരിപാടിക്കും ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിനും പ്രത്യേകിച്ച് ബഹുമാന്യനായ ജേക്കബ് സാറിന് ഉള്ള അവാർഡ് ദാനത്തിലും എല്ലാത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏതായാലും സമയം കാരണം ഈ യോഗം അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ സ്വീകരണം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്.